CJPയുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലും CJP അനുകൂലികൾ ആഹ്ലാദത്തിലാണ്. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച സന്തോഷത്തിലാണ് CJP അനുകൂലികളുള്ളത്. കൂടാതെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഭിജിത് ദീപ്കെ പ്രക്ഷോഭകരെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പ്രകടനങ്ങൾ നടക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മനു ഭരത് തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനു, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇന്നലെ നടന്ന ചർച്ചയിൽ നാളെ തീരുമാനം അറിയിക്കാമെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ പോലും നമുക്കുണ്ടായിരുന്ന സംശയം ഇനി ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകില്ലേ, CJP കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെയായിരുന്നു. അപ്പോഴും ഈ ജൻസി പ്രക്ഷോഭത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഈ പാർട്ടികളുടെ പ്രതിഷേധത്തിന് മുന്നിൽ കീഴടങ്ങുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് സർക്കാരിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാജി ഉണ്ടായിരിക്കുന്നത് എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. അനുശ്രീ, ഇവിടെ സർക്കാരിന് മുമ്പിൽ ഒരു പ്രധാന വിഷയം BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുടെ വലിയ പിന്തുണ മോദിക്കുണ്ട് എന്ന ഒരു ഘടകം രാഷ്ട്രീയമായി അവർ വലിയ ഗൗരവത്തിൽ എടുത്തൊരു വിഷയമാണ്. കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ ശക്തമായ പ്രതിഷേധം മോദിക്കെതിരെ നടത്തുമ്പോഴും രാജ്യത്തെ യുവാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പമായിരുന്നു എന്നാണ് ഒരു വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ഇന്ത്യയുടെ കുതിച്ചുചാട്ടവും അതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര വിജയവുമൊക്കെ വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ BJPക്കുള്ള ഒരു പ്രാധാന്യം ഉയർത്തിക്കാണിക്കുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുണ്ടായിരുന്നതെന്നായിരുന്നു BJPയുടെ വിലയിരുത്തൽ. അതിനാണ് ഈ സമരം വലിയ തോതിൽ ഓട്ടം സൃഷ്ടിച്ചത് എന്നാണ് BJP മനസ്സിലാക്കുന്നത്. കാരണം ഈ നാളിതുവരെ മോദിയെ അംഗീകരിച്ചിരുന്ന അല്ലെങ്കിൽ മോദിക്ക് വേണ്ടി നിലയുറപ്പിച്ചിരുന്ന യുവജനത തിരിയുന്നു എന്നതിൻ്റെ ഒരു സൂചന ലഭിച്ച ഘട്ടത്തിൽ കൂടിയാണ് ഇത് വഴങ്ങുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും തന്ത്രപരമായ നീക്കം എന്ന് സമ്മതിക്കുന്നു. ആദ്യഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാത്രം ഒഴിവാക്കിക്കൊണ്ട് ഇത് പ്രശ്നപരിഹാരം സാധ്യമാണോ എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. കാരണം ഈ മിഡിൽ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ചെറുനഗരങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഇവരെല്ലാം തന്നെ വലിയ തോതിൽ BJPക്ക് വോട്ടർമാർ എന്ന നിലയിൽ പിന്തുണ നൽകുന്ന വിഭാഗങ്ങളായാണ് കണക്കുകൂട്ടൽ. അവരിൽ നിന്ന് ഒക്കെ ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ അവരെല്ലാം തന്നെ ഈ BJP രാഷ്ട്രീയത്തെ കൈവിടും എന്ന ഒരു ആശങ്ക ഉയരുന്നു. കാരണം ഇത്രമാത്രം യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ, കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് പ്രക്ഷോഭം വ്യാപിപ്പിക്കുമ്പോൾ അത് BJPയുടെ വോട്ടർ ബേസിനെ തന്നെ ബാധിച്ചേക്കും എന്ന ആശങ്ക ഒരു ഘട്ടത്തുണ്ടായിരുന്നു. യുവാക്കളുടെ പിന്തുണ നഷ്ടപ്പെടുന്നത് പാർട്ടിയെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും വളരെ നിർണായകമായി ബാധിക്കും എന്ന കാര്യവും വ്യക്തമായിരുന്നു. ഈ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് BJP ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് പരിഹരിക്കാനാകുമെന്നൊരു പ്രതീക്ഷ പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ അനുദിനം ഈ പ്രതിഷേധം വളർന്നു. മാത്രവുമല്ല, പരിവാർ സംഘടനകളിൽ നിന്ന് കാര്യമായ ഒരു പിന്തുണയുണ്ടായില്ല. വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമായി തന്നെ ഉയർത്തണം എന്ന് അല്ലെങ്കിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം പരിവാർ സംഘടനകൾക്കകത്ത് തന്നെ, നേതൃരംഗത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നൊന്നും അനുകൂലമായ ഒരു നീക്കം ധർമ്മേന്ദ്ര പ്രധാന് ലഭിച്ചില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ RSS മേധാവി തന്നെ പുതിയ യുവതലമുറയെക്കുറിച്ച് നടത്തിയ ഒരു പ്രതികരണം അത് കൃത്യമായി രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നതാണ്. അത് യുവാക്കളെ ഇനി ബലം പ്രയോഗിച്ച് അനുസരിപ്പിക്കുന്ന കാലം കഴിഞ്ഞു. ഇനി അവരെ സംവാദത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തി അവരെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നല്ലാതെ മറ്റു മാർഗമില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മുതിർന്നവരുടെ ലോകം ബാധ്യസ്ഥരാണ് എന്ന് RSS മേധാവി തന്നെ, മോഹൻ ഭാഗവത് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. ഈ സാഹചര്യങ്ങളൊക്കെ കൂടി കൂട്ടിവായിക്കുമ്പോൾ മനസ്സിലാകുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാജ്യവ്യാപക പ്രതിഷേധം ഒഴിവാക്കാൻ, പ്രത്യേകിച്ച് ഇനി ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ഒഴിവാക്കാൻ ഉള്ള ഒരു നീക്കം, ആ നീക്കത്തിന് ഏറ്റവും ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ പക്ഷേ ഈ ഘട്ടത്തിൽ തൻ്റെ രാജിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. താൻ ഇത് ആദ്യ നിമിഷം തന്നെ, ഈ ചോദ്യപേപ്പർ ചോർന്ന ആദ്യ നിമിഷം തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തിരുന്നു. അതിൽ നിന്ന് ഒളിച്ചോടാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പോസ്റ്റ് നടത്തിയിരിക്കുന്നത്.
ഇതോടൊപ്പം ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ കത്ത് വായിച്ചതിന് ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ ഇത്തരത്തിലൊരു കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയ ഘട്ടത്തിൽ തന്നെ അഭിജിത് ദീപ്കെ പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഇത് അവർ ഭയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ്. നമ്മൾ ഈ ഘട്ടത്തിൽ അഭിജിത് ദീപ്കെ നമ്മൾ സർക്കാരിന് മുന്നിൽ കീഴടങ്ങിയില്ലെങ്കിൽ അവർക്ക് മറ്റു മാർഗങ്ങളില്ല എന്നവർ ബോധ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നത് എന്നാണ് അഭിജിത് ദീപ്കെയുടെ പ്രതികരണം. അപ്പോൾ സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കിയില്ലെങ്കിൽ അവർക്ക് രാജിവെക്കേണ്ടി വരും. ജനാധിപത്യത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല ആർക്കും എന്ന് കൂടി അഭിജിത് ദീപ്കെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ 3 പ്രധാന ആവശ്യങ്ങളാണ് കോക്രോച്ച് പാർട്ടി അവർക്ക് മുന്നിൽ വെച്ചിരുന്നത്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അതാണ് ഏറ്റവും മുഖ്യമായ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായി ആവശ്യപ്പെട്ടിരുന്നത്. അതാണ് ഡിമാൻഡ് നമ്പർ 1 എന്ന നിലയിൽ അവർ ഉയർത്തിപ്പിടിച്ചിരുന്നത്. മറ്റൊന്ന് 1 കോടി രൂപ ഈ ജീവൽ മരണം സംഭവിച്ച അല്ലെങ്കിൽ ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിന് ശേഷം ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക്, ആശ്രിതർക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക എന്നതായിരുന്നു. അതോടൊപ്പം ഈ പ്രതിഷേധക്കാർക്കെതിരെയുള്ള നിയമ നടപടികൾ അവസാനിപ്പിക്കുക എന്നതായിരുന്നു. പിന്നീട് അവർ പറഞ്ഞൊരു കാര്യം, ഒരു ഡൽഹി പോലീസിൽ നിന്ന് അവർ ഈ അക്രമ സംഭവങ്ങളിൽ RAF-ന്റെയും ഡൽഹി പോലീസിൻ്റെയും ഭാഗത്ത് നിന്ന് ഒരു ക്ഷമാപണം ഉണ്ടാകണം എന്നൊരാവശ്യം. അങ്ങനെ 3 പ്രധാന ആവശ്യങ്ങളും ഡൽഹി പോലീസിന് നേരെ മറ്റൊരു 3 പ്രധാന ആവശ്യങ്ങൾ സർക്കാരിനോടും ഡൽഹി പോലീസിനോട് ഒരു പരസ്യ മാപ്പും അവർ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ 4 പ്രധാന ആവശ്യങ്ങൾ ആണ് അവർ മുന്നോട്ട് വച്ചിരുന്നത്. അപ്പോൾ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ആ ആവശ്യങ്ങൾ എല്ലാം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ തയ്യാറായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു രാജി മാത്രമാണ് സർക്കാർ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നത്. അതിന് കഴിയാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു എന്ന് ഉത്തമമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇന്നലെ തന്നെ സർക്കാരിന് അത് വ്യക്തമായി. ഈ ചർച്ച ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അല്ലാത്ത ഒരു നിലപാടിനോടും യോജിപ്പില്ല എന്നാണ് ഈ അഭിജിത് ദീപ്കെയുടെ പ്രതിനിധികളായി അവിടെ എത്തിയ കോക്രോച്ച് പാർട്ടി പ്രതിനിധികൾ വ്യക്തമാക്കിയത്. അതോടുകൂടിയാണ് ഈ രാജി യാഥാർത്ഥ്യമായി വരികയും ചെയ്തത്. അനുശ്രീ, ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.